സമൃദ്ധമായ ജീവിതം എന്ന ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഇവിടെ നൽകുന്ന ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ രേഖപ്പെടുത്തുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ നിർദ്ദേശങ്ങളുമൊക്കെ ഞങ്ങളെ അറിയിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമ്പോൾ ഞങ്ങൾക്കതനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എല്ലാം ഇടയാകും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാനും എൻ്റെ പ്രാർത്ഥനാ കൂട്ടായ്മയും വളരെ സന്തോഷിക്കുന്നു. അതുപോലെ നിങ്ങളോട് ഞങ്ങൾ പിന്നീട് ബന്ധപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. ശ്രദ്ധിക്കുക, ഇന്നത്തെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് ഇതാണ്: ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത. ദൈവത്തിൻ്റെ വിശ്വസ്തത എന്നത് ദൈവവചനത്തിൽ വളരെ ആഴമായിട്ടുള്ളതായ ഒരു വിഷയമാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തത എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്: നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ദൈവം നമുക്ക് വിശ്വസ്തനായിട്ട് പ്രവർത്തിക്കുന്നു എന്നതാണ്. അതുപോലെ അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. ദൈവം എപ്പോഴും വാഗ്ദത്തം ചെയ്തതായ കാര്യങ്ങളിൽ വിശ്വസ്തത കാണിക്കുന്ന ദൈവമാണ്. നമുക്കൊരു വചനം ശ്രദ്ധിക്കാം. വിലാപങ്ങൾ 3-ാമത്തെ അധ്യായം അതിൻ്റെ 22-23 വാക്യങ്ങൾ. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ ആകുന്നു. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതും ആകുന്നു. ഇത് ഏത് സന്ദർഭത്തിലാണ് ഇങ്ങനെ പറയുവാനിടയായത്? നിങ്ങൾക്കറിയാം, ഇസ്രായേൽ ജനം മറ്റൊരു രാജ്യത്ത് അടിമകളായി ജീവിക്കുവാൻ ഇടയായി. അവിടെ അവർ അടിമപ്പണി ചെയ്ത് ഒരുപാട് ദുഃഖവും വേദനയും കഷ്ടപ്പാടുകളുമൊക്കെ അനുഭവിച്ചു. അവർ സ്വർഗത്തിലെ ദൈവത്തോട് നിലവിളിച്ചു. യിരെമ്യാ പ്രവാചകൻ ഇപ്രകാരം പറയുവാനിടയായി: അവരോടുണ്ടായിരുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തത വലിയതായിരുന്നു. ദൈവം അവരെ ഉപേക്ഷിക്കുകയും തള്ളിക്കളയുകയും ചെയ്തില്ല. അങ്ങനെ ദൈവം അവരെ സഹായിച്ചു. ദൈവം അവരെ വിടുവിക്കുകയും ചെയ്തു. ഇതാണ് സംഭവിക്കുന്നത്. അതിനുശേഷം ഇസ്രായേൽ ജനം അവിടെ നിന്നും വിടുവിക്കപ്പെട്ട് അവസാനം അടിമത്തത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് കനാൻ ദേശത്തിൽ എത്തിച്ചേരാനിടയായി. സുഹൃത്തുക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ദൈവമക്കളായിരിക്കുന്ന നമ്മൾ, അല്ലെങ്കിൽ ദൈവദാസന്മാരായിരിക്കുന്ന നമ്മൾ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ളതായ കഷ്ടതയും പ്രതികൂലങ്ങളും അതുപോലെ പലതരത്തിലുള്ള കണ്ണുനീരിൻ്റെ അവസ്ഥകളും എല്ലാം നമ്മൾ അനുഭവിക്കാറുണ്ട്. അതുപോലെ പല ബന്ധനങ്ങളിലും നമ്മൾ ആകാറുണ്ട്. എന്നാൽ സത്യമിതാണ്, ദൈവം എല്ലായ്പ്പോഴും നമുക്ക് വിശ്വസ്തനായിരിക്കുന്നു. അവൻ നമ്മെ സഹായിക്കുകയും ചെയ്യും. അവൻ എല്ലായ്പ്പോഴും തൻ്റെ വാഗ്ദത്തത്തിൽ വിശ്വസ്തനായ ദൈവമാണ്. അവൻ എല്ലായ്പ്പോഴും നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. വചനത്തിൽ ഇപ്രകാരം പറയുന്നു: അവൻ്റെ ദയ, അവൻ്റെ കരുണ അത് വലിയതാകുന്നു. അത് ആർക്കും അളക്കുവാൻ കഴിയുന്നതല്ല. വചനം പറയുന്നു, അവൻ്റെ കൃപ ദിനംതോറും പുതിയതാകുന്നു. ദിവസം തോറും പുതിയ കൃപയാൽ അവൻ നമ്മെ നിറയ്ക്കുന്നു. അതിൻ്റെ കാരണമെന്താണ്? നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ ഇന്നത്തെ പ്രശ്നം അത് നോക്കുമ്പോൾ ഇന്നലത്തെ പ്രശ്നത്തെപ്പോലെ ആയിരിക്കുകയില്ല. അതുകൊണ്ട് ഇന്നത്തെ പ്രശ്നത്തെ നേരിടാൻ ഒരു പുതിയ കൃപ ആവശ്യമാണ്. ഓരോ ദിവസവും അതാത് ദിവസത്തിൻ്റെതായ പ്രശ്നങ്ങളായിരിക്കും. അതുകൊണ്ട് അത്ഭുതകരമായ വാഗ്ദത്തം, ഓരോ ദിവസവും ദൈവത്തിൻ്റെ കൃപ പുതിയതായിരിക്കുന്നു. ദൈവം എല്ലാ ദിവസവും നമ്മെ സഹായിക്കുന്നു. അവൻ്റെ കൃപ നമ്മോട് വലിയതായിരിക്കുന്നു. അവൻ നമ്മെ വിടുവിക്കുന്നു. നമുക്ക് ദൈവിക സമാധാനം തരുന്നു. എല്ലാ രീതിയിലും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനത്തെയും പകരുന്നു. ഈ വചനം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ദയയെയും കരുണയെയും കുറിച്ച് മാത്രമല്ല പറയുന്നത്, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അത്ഭുതകരമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നോക്കുമ്പോൾ അവൻ ഒരിക്കലും നമ്മെ തള്ളിക്കളയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യില്ല. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 35-ാമത്തെ വാക്യം ഒരു നിമിഷം നോക്കാം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? അതുപോലെ 37-ാമത്തെ വാക്യം കൂടി നമുക്ക് ചേർത്ത് വായിക്കാം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. വചനത്തിൽ എന്താണ് പറയുന്നത്? നമ്മെ സ്നേഹിച്ചതായ കർത്താവ് മുഖാന്തരം നമ്മൾ സകലത്തിലും ജയം പ്രാപിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മെ സ്നേഹിക്കുന്നതായ ഈ വലിയ കർത്താവ് നമുക്ക് അത്ഭുതകരമായ വിടുതൽ നൽകും. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ സമയത്ത് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? എന്തെല്ലാം കഷ്ടതകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വാഗ്ദത്തം നൽകുകയാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തത ഒരിക്കലും നിങ്ങളെ വിട്ടുമാറുകയേ ഇല്ല.
അതുപോലെ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ ഒരിക്കലും വിട്ടുമാറുകയില്ല. അവൻ നിങ്ങളെ ബലപ്പെടുത്തും, നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങൾക്ക് ദൈവികമായ പ്രത്യാശ നൽകുവാനിടയാകും, ദൈവിക സമാധാനവും സന്തോഷവും നൽകുവാനിടയാകും. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അവൻ്റെ വൻ കൃപയാൽ നിങ്ങളെ താങ്ങുകയും ചെയ്യും. ഈ സന്ദേശത്തിൽ കൂടി നമ്മുടെ ജീവിതത്തിലെ 3 മേഖലകളിൽ ദൈവത്തിൻ്റെ ദിനംതോറും ഉള്ളതായ വിശ്വസ്തത, പുതിയതായിരിക്കുന്ന വിശ്വസ്തത അതെങ്ങനെയായിരിക്കുന്നു എന്ന് നമുക്ക് ഒരു നിമിഷം പരിശോധിക്കാം. നമ്പർ 1, ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിധിക്കുള്ളിൽ ആക്കുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. എന്താണ് പരീക്ഷയോടുകൂടെ പോക്കുവഴിയും ഉണ്ടാക്കും? ഇത് വളരെ അത്ഭുതകരമായ ഒരു വാഗ്ദത്തമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹിക്കുന്നതിനും അപ്പുറമായുള്ള പ്രശ്നങ്ങൾ അനുവദിക്കുകയില്ല. നമ്മുടെ കപ്പാസിറ്റിക്ക് അപ്പുറമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുവദിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നത്തെ ദൈവം അനുവദിക്കുകയാണെങ്കിൽ അതിനെ നേരിടുവാനും അതിനെ മറികടക്കുവാനും അതുപോലെ ആ പ്രശ്നത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനും ആവശ്യമായ കഴിവ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകാനിടയാകും. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ജീവിതം നോക്കുമ്പോൾ ചില വ്യക്തികൾ വളരെ സ്ട്രോങ് ആണ്. അവർക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും. എന്നാൽ മറ്റു ചില ആളുകളാണെങ്കിൽ അവർ ബലഹീനരാണ്. അവർക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ദൈവം എന്താണ് ചെയ്യുന്നത്? ദൈവം ഇതനുസരിച്ച് ആളുകളുടെ ജീവിതത്തിലേക്ക് പരിശോധനകൾ അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഞാൻ നിങ്ങളോടിപ്പോൾ പങ്കുവയ്ക്കട്ടെ. അതായത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നത്തിനും പ്രതിസന്ധിക്കുമെല്ലാം കാരണം ആരാണ്? മനസ്സിലാക്കണം, ഒരിക്കലും ദൈവമല്ല നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നത്തിൻ്റെയും പ്രതിസന്ധിയുടെയും കാരണക്കാരൻ. വേദനകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ 4 വ്യത്യസ്തമായ രീതിയിൽ കൂടിയാണ് കടന്നു വരുന്നത്. 1, നമ്മൾ സ്വയം ചെയ്ത തെറ്റുകളിൽ കൂടി അവ ഉണ്ടാകുന്നു. അതായത് നമ്മൾ ചെയ്തതായ പാപങ്ങളിൽ കൂടി ഉണ്ടാകുന്നു. നമുക്കറിയാം, ചില ആളുകൾ അവർ മദ്യപാനത്തിന് അടിമകളായിരിക്കും. എന്ത് സംഭവിക്കും? അവരുടെ ലിവറിന് പ്രശ്നമുണ്ടാകും, അവരുടെ കിഡ്നികൾക്ക് പ്രശ്നങ്ങളുണ്ടാകും, അവസാനം രോഗം ബാധിച്ച് മരിക്കുവാനിടയാകും. എന്തുകൊണ്ടാണ് മരിച്ചത്? അയാൾ എടുത്തതായ തെറ്റായ തീരുമാനം, അതായത് മദ്യപാനം. അതുപോലെ തന്നെ മറ്റു ചില സന്ദർഭങ്ങളിൽ മറ്റു ചില ആളുകൾ ചെയ്തതായ തെറ്റുകളിൽ കൂടി നമുക്ക് പ്രശ്നങ്ങളുണ്ടാകാം. അത് നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ചിന്തിക്കുക, ഒരു ബസ് ഡ്രൈവർ ബസ് ഓടിക്കുന്നതിനിടയിൽ ഉറങ്ങിപ്പോകുന്നു എന്ന് വിചാരിക്കുക. മറ്റൊരു വണ്ടിയുമായി കൂട്ടിയിടിച്ച് പലരും ആക്സിഡന്റിൽ മരിക്കാനിടയാകുന്നു. അവർ മരിച്ചതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ടെന്നാൽ ആ ബസ് ഡ്രൈവർ ചെയ്തതായ തെറ്റാണ്. ആദ്യമായി നമ്മുടെ സ്വന്തം തെറ്റുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാകും. അതുപോലെ മറ്റുള്ള ആളുകൾ ചെയ്തതായ തെറ്റ് കാരണവും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പാപം നിറഞ്ഞതായ സമൂഹത്തിൽ നാം ആയിരിക്കുമ്പോൾ ആ സമൂഹത്തിൻ്റെ പ്രശ്നം കൊണ്ട് പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്. നമുക്കറിയാം, ആദമും ഹൗവയും പാപം ചെയ്തു. ആ പാപത്തിൻ്റെ ഫലമായിട്ട് അവർ മാത്രമല്ല ശിക്ഷ അനുഭവിക്കുവാനിടയാകുന്നത്, അവരിൽ കൂടി ഈ ഭൂമിയിലുള്ള സകല സൃഷ്ടികളും ആ ശിക്ഷാവിധി അനുഭവിക്കുവാൻ ഇടയായതായി കാണുന്നു. വീണുപോയതായ ഈ ലോകത്തിൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു, വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകുന്നു, വൈറസ് ബാധകളുണ്ടാകുന്നു, അനേകം ആളുകൾ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട് മരിക്കുവാനിടയാകുന്നു. ഇതെല്ലാം വീണലോകമായതുകൊണ്ടാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തെ നമ്മൾ കുറ്റം വിധിക്കുവാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും കടന്നു വരുന്നത് നമ്മുടെ ഈ ലോകം, വീണുപോയതായ പാപം നിറഞ്ഞതായ ഈ ലോകത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പല പ്രതിസന്ധികളും ഉണ്ടാകുന്നത്. ചില ആളുകൾ ശക്തരാണ്, അവർക്ക് പ്രശ്നങ്ങളെ നേരിടുവാൻ കഴിയും. അതുപോലെ ചിലരുടെ ശരീരം നല്ല ആരോഗ്യമുള്ളതാണ്. അവരുടെ അവയവങ്ങളാകട്ടെ, കിഡ്നിയാകട്ടെ, ഹൃദയമാകട്ടെ, അത് ആരോഗ്യമുള്ളതാണ്. അതുപോലെ മറ്റു ചിലരുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ ബലഹീനമായതാണ്, കുറവുകൾ ഉള്ളതായിരിക്കും. ഈ 2 കൂട്ടർക്കുമുള്ളതായ വ്യത്യാസത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ദൈവം അല്ല
നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ ഉണ്ടാക്കുന്നത്. ദൈവം അത് നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, അവൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. കഷ്ടത ഒരിക്കലും ദൈവത്തിൻ്റെ ഇഷ്ടമല്ല. കഷ്ടത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ കർത്താവ് അത് അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ദൈവം അതിൽ നിന്നും കരകയറുവാനായിട്ട്, അതിനെ നേരിടുവാനായിട്ട് നമുക്ക് ആവശ്യമായ ബലം തരും. അതുപോലെ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളും കഷ്ടതകളും എല്ലാം പലപ്പോഴും ദൈവം അനുവദിക്കാറുണ്ട്. ദൈവം എന്തുകൊണ്ടാണ് അങ്ങനെ അനുവദിക്കുന്നത്? കാരണം ആ പ്രത്യേകമായിരിക്കുന്നതായ ആ വ്യക്തിക്ക് ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അവനെ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുവാൻ ആവശ്യമായ ബലം ദൈവം അവന് പകർന്നു കൊടുക്കാനിടയാകും. അതിനെയാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. ദൈവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി നിർണയിക്കാറുണ്ട്. അതുപോലെ തന്നെ ചില പ്രശ്നങ്ങളെ അവൻ അനുവദിക്കുമ്പോൾ അവയെ നേരിടാൻ ആവശ്യമായ അത്ഭുതകരമായ ശക്തിയെയും അവൻ തരുന്നു. ഈ വചനം നമുക്ക് നോക്കാം. യെശയ്യാവിന്റെ പുസ്തകം 43 അധ്യായം 1-2 വാക്യങ്ങൾ. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്ക് ഉള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയും ഇല്ല. ദൈവത്തിൻ്റെ ഈ അത്ഭുതകരമായ വാഗ്ദത്തം കേൾക്കുക. അവനെന്താണ് പറയുന്നത്? ഒരിക്കലും പ്രശ്നങ്ങൾ നിന്നെ മുക്കിക്കളയുവാൻ ഞാൻ അനുവദിക്കുകയില്ല. ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുന്ന സന്ദർഭത്തിൽ ഞാൻ നിന്നെ കൈവിടില്ല, ഞാൻ നിന്നോട് കൂടെയിരിക്കും. ഈ വചനം ശ്രദ്ധിക്കുക. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. യെസ്, പ്രിയ സഹോദര, പ്രിയ സഹോദരി, ശ്രദ്ധിക്കണം. പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുന്നതായ സന്ദർഭം കർത്താവ് നിന്നോട് കൂടെയിരിക്കും. അവൻ നിന്നോട് കൂടെ നടക്കും. അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഇടയാകും. മറ്റൊരു വാഗ്ദത്ത വചനം ശ്രദ്ധിക്കുക. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്നെ മുക്കിക്കളയുകയും ഇല്ല. അതായത് ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ സന്ദർഭം, അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം ഇതാണ്, അവ നിന്നെ മുക്കിക്കളയുകയില്ല. അതായത് ആ പ്രശ്നങ്ങൾക്ക് നിന്നെ തകർക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ്. അത് നിന്നെ താഴ്ത്തിക്കളയുകയില്ല, അത് നിന്നെ നശിപ്പിച്ച് കളയുകയില്ല, അത് നിന്നെ വീഴ്ത്തുവാൻ അനുവദിക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ വിശ്വസ്തത നിന്നോട് കൂടെയിരിക്കും. അവൻ നിന്നെ തകരുവാൻ അനുവദിക്കുകയില്ല. മറ്റൊരു വാഗ്ദത്ത വചനം കൂടി നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയുമില്ല. നമുക്കറിയാം, ചില പ്രശ്നങ്ങൾ അഗ്നിക്ക് സമാനമായവയാണ്. അവ നമ്മെ പൊള്ളിക്കും, നമ്മുടെ ബന്ധങ്ങളെ തകർക്കും, നമ്മുടെ ജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങൾക്കും കാരണമാകുവാൻ ഇടയാകും. പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനുമേൽ ഒന്നായിട്ട് ഉണ്ടാകാൻ ഇടയാകും. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്താണ്? നീ തീയ്ക്ക് സമാനമായ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുമ്പോൾ നീ വെന്തുപോകയില്ല. അതാണ് ദൈവം നൽകുന്നതായ വാഗ്ദത്തം. ഞാൻ നിങ്ങളെ ബലപ്പെടുത്തുകയും നിങ്ങളെ ഉറപ്പിക്കുകയും ചെയ്യുന്നതായ സന്ദേശമാണ് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല. അവൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. അവൻ നിങ്ങളെ ശക്തീകരിക്കും. ദൈവത്തിൻ്റെ മഹാകൃപയാൽ നിങ്ങളെ അവൻ നടത്തുകയും ചെയ്യും. അവൻ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ കുടുംബത്തോടുകൂടെ, നിങ്ങളുടെ ജോലിയോടുകൂടി അവൻ നിന്റെ ജീവിതത്തിലെ സകല സന്ദർഭങ്ങളിൽ നിന്നോട് കൂടെയുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ളതായ പ്രശ്നങ്ങളെ കർത്താവ് അനുവദിക്കുമ്പോൾ അതോടൊപ്പം അതിനെ കൈകാര്യം ചെയ്യുവാൻ, അതിനെ ജയിക്കുവാൻ ആവശ്യമായിട്ടുള്ള കൃപയും ബലവും ശക്തിയും ആത്മവിശ്വാസവും ഇച്ഛാശക്തിയും എല്ലാം ദൈവം നൽകുവാനിടയാകും. ഒരിക്കലും അവൻ നിങ്ങളെ തള്ളിക്കളയുന്നതായ ഒരു ദൈവമല്ല. അത് നമ്മൾ ഓർക്കണം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10 അധ്യായം 13 വാക്യം ഇവിടെ പറയുന്നു, പരീക്ഷയെ നേരിടാൻ ആവശ്യമായ കൃപയും ബലവും ദൈവം
നമുക്ക് തരുന്നു. അതാണ് യെശയ്യാവിൻ്റെ പുസ്തകം 43 അധ്യായം 1-2 വചനങ്ങളിലും പറയുന്നത്. ദൈവം പറയുന്നു, ആ പ്രശ്നത്തെ നേരിടാൻ ആവശ്യമായ കൃപയും ബലവും ധൈര്യവും ആത്മവിശ്വാസവും ഞാൻ നിങ്ങൾക്ക് തരും. അതുകൊണ്ട് നിങ്ങൾ അധൈര്യപ്പെടരുത്. യേശു കർത്താവ് നിങ്ങളെ ശക്തീകരിക്കും, അവൻ നിങ്ങളെ ബലപ്പെടുത്തും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുന്നതായ സന്ദർഭം നിങ്ങൾ ഒരിക്കലും ഭാരപ്പെടേണ്ടതില്ല. കാരണം യേശു കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. അവൻ നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല. അവൻ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് നോക്കുമ്പോൾ രണ്ടാമത്തെ കാര്യം ഇതാണ്. ദൈവം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി നിർണയിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 3 അധ്യായം 3 വാക്യം വായിക്കാം. കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. എത്ര അത്ഭുതകരമായ വാക്യം! നമുക്കറിയാം, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പിശാചുമായിട്ട് നമുക്ക് എപ്പോഴും പോരാട്ടമുണ്ട്. അവൻ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കും. നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കി വയ്ക്കാനായി ശ്രമിക്കും. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനിടയാകും. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ളതായ തടസ്സങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രദ്ധിക്കും. ഇതിൻ്റെ എല്ലാം മധ്യത്തിലും വിശ്വസ്തനായ ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മോട് വലിയതായിരിക്കുന്നു. കർത്താവ് പറയുന്നു, ഞാൻ വിശ്വസ്തനാണ്, ദുഷ്ടന്റെ കയ്യിൽ നിങ്ങൾ അകപ്പെടാതെ വണ്ണം ഞാൻ നിങ്ങളെ കാക്കുവാനിടയാകും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഈ പിശാച് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? പലപ്പോഴും പിശാച് നമ്മുടെ മനസ്സിൽ കൂടിയാണ് പ്രവർത്തിക്കാറുള്ളത്. നിങ്ങൾക്കറിയാമോ, പിശാചിനെ നിങ്ങൾ അനുവദിക്കാതെ അവന് നിങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പിശാച് ചെയ്യണമെങ്കിൽ നിങ്ങൾ അവന് അതിനുള്ള അനുവാദം കൊടുത്തെങ്കിലേ കഴിയൂ. അതുകൊണ്ട് അവൻ എന്തു ചെയ്യും? നിങ്ങളുടെ മനസ്സിനെ ആക്രമിക്കും. നിങ്ങളുടെ മനസ്സിൽ കടന്നിട്ട് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ മനസ്സിനെ തിരിച്ചുവിടും. അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും. ഒരു ഉദാഹരണം പറയാം. പാപത്തിൻ്റെ ആസക്തി നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ പാപത്തിൽ അകപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ പാപത്തോട് നോ എന്ന് പറയുമ്പോൾ പിശാച് തകർക്കപ്പെടുകയാണ്. അതുപോലെ പിശാച് പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സതിനെ യേസെന്ന് പറഞ്ഞ് അംഗീകരിച്ചാൽ നമ്മൾ വീഴും. അവൻ നമ്മുടെ മനസ്സിനെ ആക്രമിക്കും. നമ്മുടെ മനസ്സിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മെ തിരിക്കുവാൻ കഴിയും. എന്നാൽ പരിശുദ്ധാത്മാവ് എപ്പോഴും അലേർട്ടായിട്ട് നമ്മുടെ ഹൃദയത്തിലുണ്ട്. പിശാചിൻ്റെ പ്രേരണകൾക്ക് കീഴ്പ്പെടുവാൻ ഇടയാകാതെ വണ്ണം നാം അവനെ എതിർത്ത് നിൽക്കേണ്ടതാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് അലേർട്ട് തരിക മാത്രമല്ല, അതുപോലെ അവൻ്റെ മുൻപിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തിയും ബലവും നൽകും. ഇത് കർത്താവിൻ്റെ വിശ്വസ്തതയാണ്. പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും പ്രതികൂലങ്ങളും ആഞ്ഞടിക്കുന്നതായ സന്ദർഭത്തിൽ പിശാച് എന്താണ് ചെയ്യുന്നത്? ഈ വേദനയുടെയും കഷ്ടതയുടെയും മധ്യത്തിൽ പറയും, നീ എന്തിനാണ് ദൈവത്തെ വിളിക്കുന്നത്? അവനെ മറക്കൂ, യേശുവിനെ മറന്നുകളയുക, ലോകത്തിലേക്ക് തിരിയുക, നിന്റെ ഇഷ്ടം പോലെ ജീവിക്കുക എന്ന് പിശാച് പറയാനിടയാകും. ഇതാരാണ് ചെയ്തത്? പിശാചാണ്. അതുപോലെ തന്നെ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ യേശു കർത്താവിനെ വിട്ട് പിന്മാറിപ്പോവുകയാണെങ്കിൽ പിന്നീട് ആ വ്യക്തിയെ തിരികെ കൊണ്ടുവരുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ വ്യക്തിയെ തിരികെ കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ്. നിന്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നമുണ്ടായാലും, എത്ര വലിയ പ്രതിസന്ധികളും കടഭാരങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായാലും ശരി, ഒരിക്കലും യേശു കർത്താവിനെ വിട്ടുമാറരുത്. യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ച് മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ രക്ഷയെ നമ്മൾ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ യേശു കർത്താവിനെ അകറ്റി നിർത്തുകയാണെങ്കിൽ യേശു കർത്താവ് നമ്മെ വിട്ടുമാറുമ്പോൾ രക്ഷയും നമ്മെ വിട്ടുമാറാനിടയാകും. അങ്ങനെ പിശാച് നമ്മെ ആക്രമിക്കാനും ഇടയാകും. എന്നാൽ ദൈവം വിശ്വസ്തനാണ്. അവൻ ഒരിക്കലും അതിനുവേണ്ടി അനുവദിച്ച് കൊടുക്കുകയില്ല. പിശാചിനെ നേരിടാനായിട്ട് അവൻ നമ്മോടൊപ്പം നിൽക്കുകയും ചെയ്യും. അതുപോലെ പിശാച് അറ്റാക്ക് ചെയ്യുന്ന മറ്റൊരു ഏരിയയാണ് നമ്മുടെ ബന്ധങ്ങൾ. ഇത് നമ്മുടെ ജീവിതത്തിലെല്ലാം നമ്മൾ കാണുന്നതാണ്.
ക്രിസ്തീയ വിവാഹങ്ങളിൽ നമുക്കറിയാം പലവിധമായ പ്രശ്നങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. കുടുംബത്തിൽ പലപ്പോഴും സമാധാനമില്ല, സന്തോഷമില്ല, അതുപോലെ ഐക്യതയില്ല. എന്താണ് സംഭവിക്കുന്നത്? പിശാച് അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ഛിന്ന ഭിന്നമായി പോയതായ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുവാൻ, അവരെ ഒരുക്കിക്കൊണ്ടുവരുവാൻ ദൈവം മതിയായവനാണ്. നമ്മളെന്ത് ചെയ്യണം? കർത്താവിനോടൊപ്പം സഹകരിക്കണം. കർത്താവ് പറഞ്ഞു തരും നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഒരു ബന്ധം തകർന്നു പോകാതിരിക്കാൻ, ഒരു കുടുംബം തകർന്നു പോകാതിരിക്കുവാനായിട്ട് നാം എന്ത് ചെയ്യണമെന്ന് ദൈവം വചനത്തിൽ കൂടി നമുക്ക് പറഞ്ഞു തരും. എങ്ങനെ താഴ്മയോടെ ജീവിക്കാൻ കഴിയുമെന്ന്, എങ്ങനെ ക്ഷമിക്കാൻ കഴിയുമെന്ന് അവൻ നമ്മെ പഠിപ്പിക്കും. അങ്ങനെ നമുക്ക് പിശാചിനെ ജയിക്കുവാനായിട്ട് കഴിയും, സമാധാനം വീണ്ടെടുക്കുവാനായിട്ടും കഴിയും. പിശാച് പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കുവാൻ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ തകർക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. എന്നാൽ വിശ്വസ്തനായ ദൈവം എല്ലായ്പ്പോഴും നമ്മോടൊപ്പമുണ്ട്. എന്തു ചെയ്യണം? പിശാച് നമ്മുടെ ജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് നമ്മെ പിടിച്ചു കുലുക്കാനായി ശ്രമിക്കുന്ന സന്ദർഭം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനെ എതിർക്കുവാനായി മനോഹരമായ ഒരു വചനഭാഗമുണ്ട്. സങ്കീർത്തനം 46:1. ദൈവം നമ്മുടെ സങ്കേതവും കോട്ടയും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയും ആയിരിക്കുന്നു. ഇത് നമുക്കെങ്ങനെ പ്രാപിക്കാൻ കഴിയും? സങ്കീർത്തനം 46:10 മിണ്ടാതെയിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ, ദുഃഖങ്ങൾ, വേദനകൾ, ഞെരുക്കങ്ങൾ എല്ലാം കടന്നു വരുന്ന സമയത്ത് അവ നമ്മെ പിടിച്ചുകുലുക്കാൻ ശ്രമിക്കും. നാം എന്തു ചെയ്യണം? മിണ്ടാതെയിരുന്ന് ദൈവം ആരാണെന്ന് അറിയുക. അർത്ഥം ദൈവത്തിൽ ആശ്രയിക്കുക. കർത്താവിൻ്റെ മുൻപിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. അവൻ്റെ മുൻപിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ അവനിൽ പൂർണ്ണമായി ആശ്രയിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തത അനുഭവിക്കാൻ കഴിയും. മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ വിശ്വസ്തത അനുഭവിക്കാൻ കഴിയുന്ന അടുത്ത മേഖലയാണ് ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്നതിൽ വിശ്വസ്തത കാണിക്കുന്നു. നമുക്ക് നോക്കാം. 143 സങ്കീർത്തനം 1 യഹോവേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാചനകൾക്ക് ചെവി തരണമേ. നിന്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരമരുളണമേ. ഇത് ദാവീദ് എഴുതിയ വളരെ ശ്രേഷ്ഠകരമായ ഒരു സങ്കീർത്തനമാണ്. ഇവിടെ പറയുകയാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത കൊണ്ടുള്ള വിടുതലിനെക്കുറിച്ച്. നമുക്കറിയാം, ദാവീദ് തൻ്റെ ജീവിതത്തിൽ താൻ സിംഹാസനത്തിലിരുന്നപ്പോഴും ഒരുപാട് ശത്രുക്കൾ തനിക്കുണ്ടായിരുന്നു. ഒരുപാട് കഷ്ടതയിൽ കൂടിയും പ്രതിസന്ധികളിൽ കൂടിയും താൻ കടന്നു പോകാനിടയായി. അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കു വേണ്ടി താൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ദൈവം അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയും അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ വിശ്വസ്തതയും സകല മേഖലകളിലും കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ദൈവം അവന് മറുപടി കൊടുത്തിരുന്നു. അങ്ങനെ അവൻ ഇസ്രായേലിലെ ഏറ്റവും ശ്രേഷ്ഠനായ രാജാവായിട്ട് വിളിക്കപ്പെടുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. എങ്ങനെയാണ്? ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, നിന്റെ വിശ്വസ്തതയാൽ നീ എന്നെ വിടുവിക്കണമേ, നീ എനിക്ക് ഉത്തരം അരുളണമേ എന്ന്. അതുമാത്രമല്ല, ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ കൂടി മറ്റൊരു കാര്യം കൂടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ വിശ്വസ്തത എങ്ങനെ നമുക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയും. 8 ഞാൻ നടക്കേണ്ടുന്ന പാത നീ എനിക്ക് കാണിച്ചു തരണമേ. വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടെന്നാൽ നാം നടക്കേണ്ടുന്ന പാത എന്താണെന്ന് ദൈവത്തിൻ്റെ വിശ്വസ്തതയാൽ അവൻ നമ്മെ കാണിച്ചു തരും. നമ്മളൊരു പക്ഷേ തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ കടന്നുവരും. അതുപോലെ ഈ സങ്കീർത്തനത്തിൽ അതിൻ്റെ 11 പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണിത്. എന്നെ ഉദ്ധരിക്കണമേ. നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടെന്നാൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ നമ്മൾ നിരാശപ്പെടാനിടയാകും, നമ്മൾ തളരാനിടയാകും. അപ്പോൾ നമുക്കെന്താണ് വേണ്ടത്? ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മെ അപ്പോൾ ഉദ്ധരിക്കാനിടയാകും, ബലപ്പെടുത്തും. നമ്മുടെ പ്രശ്നത്തിൽ നിന്നും എഴുന്നേൽക്കുവാൻ നമ്മെ അവൻ സഹായിക്കും. 11 ഇപ്രകാരം പറയുന്നു, ദൈവമേ, നിന്റെ നീതിയാൽ എൻ്റെ പ്രാണനെ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിക്കണമേ എന്ന്. കർത്താവിൽ കൂടി നമുക്കൊരു വിടുതൽ ആവശ്യമാകുന്നു. നമ്മൾ പറയണം, കർത്താവേ, ഈ പ്രശ്നത്തിൽ നിന്നും നീ എന്നെ വിടുവിക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ ദൈവിക വിടുതൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും തലകളെ വണക്കുക. പരിശുദ്ധനായ സ്വർഗീയ പിതാവേ,
നിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. നിന്റെ കൃപ അത് ദിനംതോറും പുതിയതാകുന്നുവല്ലോ. കർത്താവെ, ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ ഏകീഭവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലരുടെയും ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും കഷ്ടതകളും ഉണ്ടല്ലോ. അതുകൊണ്ട് നിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വിശ്വസ്തത ഞങ്ങളെ കൈവിടില്ലല്ലോ. യേശുവേ, അങ്ങയുടെ വിശ്വസ്തത ഞങ്ങളുടെ മേൽ കാണിക്കണമേ. ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ നിന്റെ വിശ്വസ്തതയെ, നിന്റെ കൃപയെ, നിന്റെ ശക്തിയെ ഇപ്പോൾ തന്നെ അയക്കുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദിനംതോറും നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് സകല ചിന്താകുലങ്ങളും ഭാരങ്ങളും നിന്റെ മേൽ ഇട്ടുകൊണ്ട് നിന്നിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ അവരെ സഹായിക്കണമേ. നീ അവരെ വിടുവിക്കുവാൻ വിശ്വസ്ത ദൈവമായിട്ട് എപ്പോഴും കൂടെയിരിക്കണമേ. കർത്താവെ, നീ വിടുവിക്കണം. കാരണം ഞങ്ങൾ നിന്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. നിന്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതലുണ്ട്, അത്ഭുതകരമായ രക്ഷയുണ്ട്. നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ്, നിന്റെ വിശ്വസ്തതയാൽ ഞങ്ങളെല്ലാവരെയും നടത്തണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു. ആമേൻ. സുഹൃത്തുക്കളെ, ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ സഹായവും നിങ്ങളുടെ പ്രാർത്ഥനയും എനിക്കാവശ്യമാണ്. ഇന്ന് 4 ഭാഷകളിലാണ് ഞാൻ സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്: ഹിന്ദി, ഇംഗ്ലീഷ്, തെലുഗു ആൻഡ് മലയാളം. ഈ പ്രോഗ്രാം മുൻപോട്ട് കൊണ്ടുപോകുന്നത് വളരെ ചിലവേറിയതായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ളതായ സംഭാവനകൾ നൽകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ സ്ക്രീനിൽ നൽകുന്നതായ ആ വിവരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതായ QR കോഡിൽ കൂടി നിങ്ങൾക്ക് ഡൊണേഷനുകൾ അയക്കാൻ കഴിയും. ദയവ് ചെയ്ത് ഇതിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾ എടുത്തു വയ്ക്കുവാൻ അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടിയും കൂടാതെ മണി ഓർഡറായിട്ടും പണം അയക്കുവാനായിട്ട് കഴിയുന്നതാണ്. ദയവ് ചെയ്ത് നൽകുന്നതായ വിവരങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ലോകത്തെമ്പാടുമുള്ളതായ അനേകം ആളുകളിലേക്ക് സുവിശേഷം എത്തിച്ചേരാൻ വേണ്ടി നിങ്ങൾ സഹായിക്കുക. നിങ്ങൾ ഒരു സന്ദേശം ദാനം ചെയ്യുമ്പോൾ അതിൽ കൂടി അത് കേൾക്കുന്ന ജനങ്ങൾ അനുഗ്രഹിക്കപ്പെടും. യേശു കർത്താവ് തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിക്കും. ആശീർവാദം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും, ഈ സന്ദേശം കേട്ട എല്ലാവരോടും, ഈ പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്യുന്ന എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.